എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മലയാള സാഹിത്യം. അപ്പോൾ മലയാള സാഹിത്യം എന്ന് പറയുന്ന ഭാഗം ഇതുവരെയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു 25 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മലയാള സാഹിത്യത്തിലെ ചോദ്യങ്ങളിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കൃതി ഏത്? മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കൃതി ഏത്? ഉത്തരം ഉണ്ണിയച്ചി ചരിതമാണ്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ 25 ചോദ്യങ്ങളെങ്കിലും ഈ ഭാഗത്ത് നിന്ന് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. അടുത്ത ചോദ്യം, മലയാള ഭാഷയിലെ ആദ്യത്തെ പാഠകൃതിയായ രാമചരിതത്തിൻ്റെ കർത്താവ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 ചോദ്യം കിട്ടും. മലയാള ഭാഷയിലെ ആദ്യത്തെ പാഠകൃതി ഏതാണ്? രാമചരിതമാണ്. രാമചരിതത്തിൻ്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ചീരാമ കവിയാണ്. അപ്പോൾ 2 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ പാഠകൃതി രാമചരിതം, രാമചരിതത്തിൻ്റെ കർത്താവ് ചീരാമ കവിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട്. മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? അധ്യാത്മ രാമായണം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചാൽ കിളിപ്പാട്ടിലാണ് ഉൾപ്പെടുന്നത് എന്നും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്. അടുത്തത്, മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ദുരവസ്ഥ. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം ദുരവസ്ഥയാണ്. അടുത്തത്, കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് ആരാണ്? കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത്. അടുത്ത ചോദ്യം, വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസിനെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തത് ആരാണ്? നല്ലൊരു ചോദ്യമാണ്. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസിനെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഓക്കെ, നാലപ്പാട്ട് നാരായണ മേനോൻ. അടുത്ത ചോദ്യം, മലബാർ ലഹളയെ പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മലബാർ ലഹളയെ പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, സുന്ദരികളും സുന്ദരന്മാരുമാണ് ഉറൂബ് രചിച്ച നോവൽ. അപ്പോൾ നമ്മൾ കൃതികളും എഴുത്തുകാരും ഒക്കെ എന്താണ് കോഡ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ളത് ഓർമ്മ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ പഠിച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. മലബാർ ലഹളയെ പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അടുത്തത്, ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവൽ ഏതാണ്? ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവൽ ഗോവർദ്ധന്റെ യാത്രകൾ എന്നുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. അടുത്തത്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. എന്താണ്? നവഗ്രഹങ്ങളുടെ തടവറ എന്ന് പറയുന്ന നോവലാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയിട്ടുള്ള നോവൽ. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി എഴുതിയത് ആരാണ്? മലയാളത്തിലെ
ആദ്യത്തെ രാഷ്ട്രീയ നാടകമായിട്ടുള്ള പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരനാണ്. അപ്പോൾ അവിടെ നിന്ന് 2 ചോദ്യം കിട്ടി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പാട്ടബാക്കിയാണ്. എഴുതിയത് ആരാണ്? പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരനാണ്. ഓക്കെ, അപ്പം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് വി ടി ഭട്ടതിരിപ്പാടാണ്. ഓക്കെ, വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം. അടുത്ത ചോദ്യം എഗെയിൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആടുജീവിതം എന്നത് ആരുടെ കൃതിയാണ്? ആടുജീവിതം എന്നത് ആരുടെ കൃതിയാണ്? ആരുടെയാണ്? ബെന്യാമിൻ്റെ കൃതിയാണ് ആടുജീവിതം. ഇതും നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ആടുജീവിതം എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ഇതും നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ആരുടേതാണ്? എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. അടുത്ത ചോദ്യം, തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ഇത് നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചതാണ്. പി കുഞ്ഞനന്ദൻ നായർ. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് എന്ത്? തിക്കോടിയൻ. ഓക്കെ, തിക്കോടിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? പി കുഞ്ഞനന്ദൻ നായരാണ്. അടുത്ത ചോദ്യം, കേരള മോപ്പസാങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള. ഓക്കെ, കേരള മോപ്പസാങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. ഇതും നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. കേരള മോപ്പസാങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. അടുത്ത ചോദ്യം, മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ്? മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. ഇതും നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലേതാണ് മണ്ടൻ മുത്തപ്പ. അതുപോലെ തന്നെ ഒറ്റക്കണ്ണൻ പോക്കർ, അതും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും പഠിച്ചു വെക്കുക. ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മുത്തപ്പ, ഇവർ രണ്ടുപേരും മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. അടുത്തത്, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ് എന്നുള്ളതാണ്. ഓക്കെ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ്? വയലാറിൻ്റെ വരികളാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണ്? വയലാറിൻ്റെ വരികളാണ്. അടുത്ത ചോദ്യം, കേരളീയ സുഗുണ ബോധിനിയുടെ പ്രസിദ്ധീകരണത്തിന് മുൻകൈയെടുത്തത് ആരാണ്? നല്ലൊരു ചോദ്യമാണ്. കേരളീയ സുഗുണ ബോധിനിയുടെ പ്രസിദ്ധീകരണത്തിന് മുൻകൈയെടുത്തത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഓക്കെ, കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരളീയ സുഗുണ ബോധിനിയുടെ പ്രസിദ്ധീകരണത്തിന് മുൻകൈയെടുക്കുന്നത്. അടുത്ത ചോദ്യം, 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ ആണ്. ഓക്കെ, പോൾ സക്കറിയ ആണ്. ഇത് നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് സാഹിത്യ പുരസ്കാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടും. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ ആണ്. 2019 നേടുന്നത് പി സച്ചിദാനന്ദനാണ്. ഓക്കെ, കറണ്ട് അഫെയർ ആയതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചു വെക്കണം. 2019 നേടുന്നത് പി സച്ചിദാനന്ദനാണ്. ആദ്യമായിട്ട് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ഓക്കെ, ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്. ഓക്കെ, ബാലാമണി അമ്മ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. 2020 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് പോൾ സക്കറിയ.
2019 ലഭിച്ചത് പി സച്ചിദാനന്ദൻ. ആദ്യമായിട്ട് ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായിട്ട് ലഭിച്ച വനിത ബാലാമണിയമ്മ. അടുത്ത ചോദ്യം, എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി. ഓക്കെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥയാണ്. ഓക്കെ, എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഒരു ദേശത്തിൻ്റെ കഥയാണ്. അടുത്ത ചോദ്യം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യം നേടിയത് ആരാണ്? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യം നേടിയത് പി.ജെ. ആന്റണിയാണ്. ഓക്കെ, പി.ജെ. ആന്റണി നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ആദ്യം നേടുന്നത് പി.ജെ. ആന്റണിയാണ്, നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അടുത്തതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത് സാറ ജോസഫാണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ആലാഹയുടെ പെൺമക്കൾ നമ്മൾ എടുത്തിട്ടുള്ളതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത് സാറ ജോസഫാണ്. അടുത്ത ചോദ്യം, തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഒ.വി. വിജയൻ രചിച്ച കൃതി ഏത്? തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഒ.വി. വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. ഓക്കെ, ഗുരുസാഗരമാണ് തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി ഒ.വി. വിജയൻ രചിച്ച കൃതി. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇതും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എഴുതിയത് ആരാണ്? ചന്തു മേനോനാണ്. ഓക്കെ, ഇന്ദുലേഖ എഴുതിയത് ചന്തു മേനോനാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അടുത്ത ചോദ്യം, ഭീമനെ നായകനാക്കി എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഭീമനെ നായകനാക്കി എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. അല്ലെങ്കിൽ ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്നും ചോദിക്കാം. അപ്പോൾ രണ്ടാമൂഴം അല്ലെങ്കിൽ രണ്ടാമൂഴം എന്ന കൃതി എഴുതിയത് ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ എം.ടി. വാസുദേവൻ നായർ. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമൂഴം. രണ്ടാമൂഴം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ എം.ടി. വാസുദേവൻ നായരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്തെ 25 ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ചോദ്യങ്ങൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.